നമ്മൾ ചാരുകേശിയിൽ പ്രതീക്ഷിക്കാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് അല്ലേ? അല്ലേ? അത് നമ്മള് സാധാരണ അങ്ങനെ അതാ ഒരു ചിലത് ചില നോട്ട്സ് അത് മാറ്റിയെടുത്തിട്ട് അല്ലേ? അതെ അതെ. ചിലത് മാറ്റുമ്പോ തന്നെ ഒരു സുഖം ഇടയ്ക്ക്. പിന്നെ സ്ട്രെയിറ്റ് നോട്ട്സ്, അതിൽ സ്ട്രെയിറ്റ് ഹിറ്റ് ചെയ്യണം. അതിലൊരു ഒരു സംഗതിയുടെ കുഷ്യനില്ല, നമുക്ക് വേറൊരു നിവൃത്തിയില്ല, അത് ഹിറ്റ് ചെയ്തേ പറ്റൂ. ഈ പാട്ടിന്റെ ലിറിക്സും വളരെ മനോഹരമാണ്. പ്രേംവർജി ഇത് എന്നൊരു ലിറിസിസ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം മേരെ ആസു മേരെ ഹി ദിൽ കെ അരുമാനോ കോ ലേ ഡൂബേ, അതായത് എൻ്റെ ഹൃദയത്തിലുള്ള ഫീലിങ്സ് എൻ്റെ കണ്ണീര് തന്നെ ഇല്ലാണ്ടാക്കിയെന്ന്, മുക്കി എന്നുള്ളതാണ്. അത്ര ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് ആ ദുഃഖത്തിലെ ഫീലിങ്സ് പോലും പോയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു ഷെയർ ഭയങ്കര രസമാണ്. ജോ ഇൻസാ ഥേ ഉൻഹോനെ ആബറു റഖ്ലി ഖുദായി കി, ജിൻഹെ ഹംനെ ഖുദാ സംജ വോ ഈമാനോ കുലേ, നമ്മൾ ദൈവമെന്ന് കണ്ടിരുന്നവർ ദൈവത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും തന്നെ ഇല്ലാതാക്കിയെന്ന്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് മീനിങ്. ശരിക്കും ട്രഡീഷണൽ ഗസൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദുവിൽ ഒരുപാട് നോളജും വേണം. നമ്മളതിൻ്റെ പറയുന്ന രീതി, മത്ല, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളൊരു പ്രാവീണ്യം വേണം. അതെനിക്കില്ല. അപ്പം പക്ഷെ എനിക്ക് ട്രൈ ചെയ്യാവുന്നത് ശ്രമം തന്നെയാണ്. കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ശ്രമം. അപ്പം നമുക്ക് അല്ല, ബേസിക്കലി എന്താ വെച്ചാൽ അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് അല്ലല്ലോ കേരളത്തിൽ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഉറുദു സ്പീക്കിംഗ് ക്രൗഡ് കൂടെ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളും അതിനെ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സർക്കംസ്റ്റൻഷ്യൽ സപ്പോർട്ടില്ല. അതുണ്ടോ എന്ന്. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് പാടുന്ന പാട്ടുകളുടെ മീനിങ് അറിഞ്ഞിരിക്കുക, അതിനെപ്പറ്റി അങ്ങനെ ഡെപ്തിൽ ഇപ്പോൾ ഉറുദു PhD ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ബേസിക്കലി വി ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ട്രൈങ് ടു കൺവേ എന്നുള്ളത്. അപ്പോൾ ഇനി ചാരുകേശിയിൽ നിന്ന് ഗസൽസ് നിന്ന് മാറി വിൽ ഗോ ടു യുവർ കമ്പോസിഷൻ. ആഷിഖ് അബുവിൻ്റെ വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു മൂവിയുണ്ട്, ഡാ തടിയ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ബിജി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ആഷിഖിൻ്റെ ഒപ്പം? ഒരു ഫേവറേറ്റ് കോംബോ ആണ് അല്ലേ? ആദ്യത്തെ സിനിമ തൊട്ട് ആദ്യത്തെ 4-5 സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ, ശരിയാ. അപ്പം ഇതിലെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഇതിൽ മേലെ മോഹവാനം എന്ന് പറഞ്ഞിട്ട്, അത് നജീമാണ് ഒരു സിനിമയിൽ പാടിയത്. ഷെഹബാസും അതിനകത്ത് കുറച്ച് പോർഷൻസ് പാടിയിട്ടുണ്ട്. വേണുഗോപാലാണ് എഴുതിയത്. ഒരു റൊമാൻറ്റിക് സോങ് ആണ്. നോക്കാം നമുക്ക്. രാവിൽ മിന്നും ഹാരം നീട്ടും നിന്നെ കണ്ടാൽ, ആടും നീരത്തണ്ടും താനേ ഗാനം മൂളും പെണ്ണെ നിന്നെ കണ്ടാൽ, ചേലിൽ നീ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂവാകകൾ പൂത്ത പോലെ. അല്ലാ
എന്നുയിരു തഴുകുന്നീ അല്ലാ അല്ലാ മേരെ അല്ലാ മേരി ദുആയെ പരി ഇല്ലാ ഇല്ലാ മണ്ണില്ല നിന്നെ വെല്ലും പുഞ്ചിരി മേലെ മോഹവാനം രാവിൽ നിന്നും ഹാരം നീട്ടും നിന്നെ കണ്ടാൽ ആടും നീരത്തണ്ടും താനേ ഗാനം മൂളും പെണ്ണെ നിന്നെ കണ്ടാൽ ചേലിൽ നീ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂവാകകൾ പൂത്ത പോലെ അല്ലാ അല്ലാ മേരെ അല്ലാ മേരി ദുആയെ പരി ഇല്ലാ ഇല്ലാ മണ്ണില്ല നിന്നെ വെല്ലും പുഞ്ചിരി अल्लाह अल्लाह मेरे अल्लाह मेरी दुआए परी ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, നല്ല രസമുണ്ട്. ഫസ്റ്റ് ആക്ച്വലി പല്ലവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത നോട്ട്സും അതിൻ്റെ കോമ്പിനേഷൻസ് ശരിക്കും മേർജ് ചെയ്തിട്ട് നല്ല പിച്ചും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ എന്തൊരു ഹൈ സ്കെയിലാണ്, എളുപ്പമല്ല പാടാനായിട്ട്. ഈ സ്കെയിലും വേണം, എന്നിട്ട് അതിനിടയിൽ ആ മോഡുലേഷൻസും കൊണ്ടുവരണം. നല്ല രസമുണ്ട്, നല്ല പാട്ട്. പാടിക്കാൻ എളുപ്പമാണ് പാട്ടുകളെ, പാടാൻ എന്നാലും ലൈവ് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നല്ല. ഇപ്പം ഗംഭീരമായി പാടി. ശരിക്കൊരു ഒരു കൗതുകമുള്ളൊരു കാര്യമുണ്ട്. അതായത് മറ്റേ അല്ലാ അല്ലാ എന്ന് പറയുന്ന ഭാഗം ഞാൻ ട്യൂൺ ചെയ്ത് അല്ലാ അല്ലാ വെറുതെ പാടിയതാണ് കമ്പോസ് ചെയ്തപ്പോൾ. പക്ഷെ അത് മാറ്റാൻ ലിറിക്ക് എഴുതാൻ സമയമായപ്പോൾ എന്ത് ചെയ്തിട്ടും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു വാക്ക് അതൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അവസാനം വേണു എൻ്റെ ലിറിക് റൈറ്റർ പറഞ്ഞു അതെന്തായാലും നിലനിർത്തണം, എന്തായാലും ആ പോർഷൻ അങ്ങനെ വയ്ക്കാം. അല്ല അല്ല എന്ന് പറയുന്ന പോർഷൻ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഇല്ല ഇല്ല മണ്ണിലില്ല എന്നൊരു റൈം ചെയ്തിട്ട് വരി. അതെ, അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അല്ല അല്ല കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല ഇല്ല. പെട്ടെന്ന് ഞാൻ ആദ്യം ഇല്ല ഇല്ല എന്ന് കേട്ടപ്പോ ഇല്ലാഹി ആ ഇല്ല ആണോ, പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഫുൾ സെന്റൻസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇല്ല. അത് നല്ല രസമുണ്ട്, നല്ല. അല്ല അത് എന്നിട്ട് അതിൻ്റെ എന്താ വെച്ചാൽ ഈ പാട്ടില് അല്ല അല്ല എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല പാട്ടിൽ ശരിക്കും. കാരണം അതിൻ്റെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി, അങ്ങനെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആഷിഖ് അതിനകത്ത് ഒരു മുസ്ലിം വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് ഇവർ പോകുന്നു. അവിടെ ഒരു ഖവാലി നടക്കുന്ന ഒരു ഇതൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും രസകരമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. വെരി വെരി പ്രിറ്റി സോങ്, നല്ല രസമുണ്ട്. എന്തായാലും ഇതിവിടെ പാടിയത് താങ്ക്സ്, നന്നായി, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രജിത്ത് നന്നായി വായിച്ചു കേട്ടോ അതിൻ്റെ. ഈ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. വയലിൻ, സിബി സാറിൻ്റെ വയലിൻ എന്നുള്ള സിനിമയിൽ ബിജി കമ്പോസ് ചെയ്തിട്ട് ഗണേഷ് സുന്ദരവും ഞാനും കൂടി ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള മെലഡിയാണത്. അതിലൊരു റഫീഖ് സാറാണ് എഴുതിയത്. അതിലൊരു 4 വരി പാടിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഹിമഗണമണിയുമി മലരിതൾ തഴുകുമൊരിളവയിൽ വിരലുകളെ അലകളിൽ ഇളകിയും ഇലകളിൽ ഇടറിയുമീ വാഴിയേ കണികളിൽ നിറയുമി മധുരസ കണികകൾ നുകരുക കുരുവികളെ വരിക പുൽത്തുമ്പിലറിയ നീർത്തുള്ളി എഴുതിയ കവിതയിലെ വരി പോലെ.
ഹിമഗണമണിയുമി മലരിത തഴുകുമുരിളവയിൽ വിരലുകളെ അലകളിൽ ഇളകിയും ഇലകളിൽ ഇടറിയും ഈ